കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. കുറുക്കൻ. എനിക്കറിഞ്ഞൂടാ. നെയ്യാടാം. മയിലാണ്. കടലുണ്ടി. വേഴാമ്പൽ. കണ്ടൽക്കാടുകൾക്ക് ഇടയിൽ കൊളക്കോടിയാണ്. ഇവിടെ നമ്മളെ ഡാമുണ്ട്. ഡാം നേരെ ഡാമിന്റെ ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിലാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വടശ്ശേരി കോണത്താണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. മായം കലരാത്ത രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനമാണ് ഹോട്ടൽ മട്ടുപ്പാവിൽ. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമാണ് അവർക്കുള്ളത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. മയിലാണ്. പക്ഷി സങ്കേതം. കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. അറിയണ അറിയത്തില്ല. വേഴാമ്പൽ. പക്ഷി സങ്കേതം എന്ന് പറയുമ്പോൾ പക്ഷികളെല്ലാം വന്ന് അധിവസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ്. രുചികരമായ മായം കലരാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനമാണ്. കല്ലമ്പലം വർക്കൽ റോഡിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? എനിക്കറിഞ്ഞൂടാ. കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം അറിയില്ല. അദ്ദേഹം പറയും. പക്ഷി സങ്കേതം നെയ്യാടാം ആണെന്ന് തോന്നുന്നു. നെയ്യാറാമല്ല, മറ്റൊരു പക്ഷി സങ്കേതമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ്. മട്ടുപ്പാവിൽ ഹോട്ടൽ പോയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ വലിയ ഗുണപരമായിട്ടുള്ള സാധനങ്ങൾ തന്നെ തരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴെങ്കിലും പണിയെ കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ അവിടെ കയറും. ടച്ചിങ്ങിനൊക്കെ മേടിക്കുന്ന അവിടെ നിന്നാണ്. ടച്ചിങ്ങിന് നമ്മൾ മദ്യപിക്കും. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം അവർ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി പറയുന്നതല്ല, എനിക്കൊരു ജസ്റ്റ് നമ്മൾ എന്തായാലും തെന്മല അല്ലേ അങ്ങനെ പറഞ്ഞു കേട്ട് തെന്മല ഇല്ലെങ്കിൽ ഇവിടെ നമ്മളെ ഡാമുണ്ട്. ഡാം നേരെ ഡാമിന്റെ ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അവസരവും കൂടെ ചോദിച്ചു വെച്ചിരിക്കുകയാണ്. ഏതാണ് ആ ശരി ഉത്തരം? ഏതാണ് ഇപ്പം പറഞ്ഞിട്ട് ഉത്തരവോ? കടലുണ്ടിയല്ല. ഞങ്ങളുടെ കൈവശം ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? വയനാടില്ലേ? താത്ത പറയും. കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. പക്ഷി സങ്കേതം. അറിയാമോ? ഒന്നുമില്ല. പക്ഷി സങ്കേതം ഇതുണ്ടല്ലോ, പക്ഷിശാസ്ത്രജ്ഞൻ. പക്ഷി സങ്കേതം. കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം.
കണ്ടൽക്കാടുകൾക്ക് ഇടയിൽ ഇരിക്കുന്ന കുളക്കോടിയാണ്. ഇല്ല, പക്ഷി സങ്കേതമാണ്. പക്ഷികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലം, പക്ഷികളുടെ എല്ലാം ആവാസ വ്യവസ്ഥയുള്ള സ്ഥലമാണ്. സ്ഥലം ആ, ഇടുക്കി അല്ല അല്ല. കുറുക്കനാ? കുറുക്കൻ. അല്ല. എന്നാലും പക്ഷി സങ്കേതമാണ്. അതായത് പക്ഷികൾ കൂട്ടത്തോടുകൂടി വന്നിരിക്കുന്ന, ഇപ്പം നമ്മൾ കുമരകം പക്ഷി സങ്കേതമുണ്ടല്ലോ, അതുപോലെ മറ്റൊരു പക്ഷി സങ്കേതമുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് കണ്ടൽക്കാടുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറിയാമോ? അറിയത്തില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ആ പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലെ മംഗളവനമാണ്. 2004 കണ്ടൽക്കാടുകൾക്കിടയിൽ മംഗളവനം പക്ഷി സങ്കേതത്തിനെ സംരക്ഷിത പ്രദേശമായി വനം വകുപ്പ് കണ്ടുകൊണ്ട് വനം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംരക്ഷിത പ്രദേശമാണ്. ഇവിടെ ധാരാളം ദേശാടന പക്ഷികളെല്ലാം വരുന്നുണ്ട്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ് കണ്ടൽക്കാടുകളും അവിടെ ഈ മംഗളവനവും പക്ഷി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.